എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സാഹസ്രം 279 ദിവസം. നമ്മൾ 27-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം ഭഗവാന്റെ കൂർമ്മ അവതാരത്തെയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അതിനു മുമ്പ് ശമം അല്ലെങ്കിൽ ശമിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് ആധ്യാത്മികമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്ത. എന്താണ് ശമം? അതീന്ദ്രിയ നിഗ്രഹമാണ് ശമം എന്ന് പറയുന്നത്. ശമമെന്ന് പറഞ്ഞാൽ അന്തരിന്ദ്രിയത്തെ നിഗ്രഹിക്കലെന്ന് അർത്ഥം. മനസ്സിനെ തന്നെ അന്തരിന്ദ്രിയമെന്ന് പറയുന്നു. വേദാന്ത നിഗൂഢമായ പരമതത്വത്തെക്കുറിച്ചുള്ള ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവയൊഴിച്ച് മറ്റ് ലൗകിക കർമ്മങ്ങളുടെ സേവന ലേശം പോലെ ഇല്ലാതാവുമ്പോൾ മനസ്സ് താനെ അടങ്ങും. അങ്ങനെ അടക്കുന്നത് തന്നെ ശമം. അല്ലെങ്കിൽ ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ തന്നെ എപ്പോഴും മുഴുകിയിരിക്കുന്നതിനു ശമമെന്ന് പറയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബുദ്ധി ഈശ്വരാത്മികമായി തീരുന്നതാണ് ശമം. മനസ്സിനെ അനുനിമിഷം പൊന്തിക്കൊണ്ടിരിക്കുന്ന അവസാനമില്ലാത്ത വാസനാപ്രവാഹത്തെ ഫലപ്രദമായി തടയുന്നതിനെയാണ് ശമം എന്ന് പറയുന്നതെന്ന് ശ്രീ ശങ്കര ഭഗവത്പാദർ അപരോക്ഷാനുഭൂതി എന്ന പ്രകരണത്തിൽ പറയുന്നുണ്ട്. ഉത്തമമായ ശമം എന്താണെന്ന് വെച്ചാൽ പറയപ്പെട്ട ശമം തന്നെ ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ 3 പ്രകാരത്തിലുണ്ടെന്ന് അറിവുള്ളവർ പറയുന്നു. സംസ്കാരത്തിൻ്റെ ഏറ്റക്കുറവുകൾ അനുസരിച്ച് അവ വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. വാസന പ്രചോദന ഹേതുവായി മനസ്സിന് സ്വാഭാവികമായിട്ടുള്ള വൃത്തികളെയും വികാരങ്ങളെയും വിട്ട് ലക്ഷ്യമായ ആത്മസ്വരൂപമായി തന്നെ മനസ്സ് നിൽക്കുന്നുവെങ്കിൽ അതാണ് ശമത്തിൻ്റെ ഉത്തമമായ സ്വരൂപം. എന്നാൽ അത് സംഭവിക്കുന്നതിന് വാസനാക്ഷയവും മനസ്സിന് ആത്യന്തിക ശുദ്ധിയും അവശ്യം ഉണ്ടാവുകയും വേണം. എങ്കിലേ എല്ലാ വികാരങ്ങളും അടങ്ങി മനസ്സ് വസ്തുസ്വരൂപമായി നിൽക്കും. ഇനി മധ്യമമായ ശമം എന്താണെന്ന് വെച്ചാൽ ചിത്തത്തെ എപ്പോഴും അന്യവിഷയങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് ലക്ഷ്യമായ ആത്മാവിൻ്റെ അഭിമുഖമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന അഭ്യാസം മധ്യമമായ ശാന്തിയാണ്. അതിനെ സാധിക്കാനും രജസ്തമസുക്കളടങ്ങി സത്വഗുണം വളർന്നിരിക്കണം. എങ്കിലേ അതും സാധിക്കൂ എന്ന് പറയണം. ഇനി അധമമായ ശമം ചിത്തത്തിൻ്റെ വിഷയവ്യവഹാരത്തെ കേവലം വിട്ട് എപ്പോഴും വസ്തുസ്വരൂപത്തിൻ്റെ ശ്രവണ മനനങ്ങളിൽ ബദ്ധശുദ്ധമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അധമമായ ശമവുമാണ്. എന്നാൽ അതിനും രജസ്തമസുകളെ പോലെയെങ്കിലും സത്വഗുണം വളർന്നിരിക്കണം. എങ്കിലേ അതും സാധിക്കാൻ പോകുന്നുള്ളൂ. ഇനി എല്ലാവരും സത്വഗുണ പ്രധാനികളായി ഇരിക്കാനായിട്ട്, സത്വഗുണം ഉയർന്നു വരുവാനായിട്ടുള്ള ശ്രമത്തിലേക്ക് എല്ലാവരും വരണം എന്നൊരു അഭ്യർത്ഥന. ഇനി നമുക്ക് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുഭ്യോ നമഃ. 27-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. ക്ഷുബ്ധാദ്രോക്ഷുഭിതജലോദരേ തദാനിം ദുഗ്ധാബ്ധോ ഗുരുതരഭാരതോ നിമഗ്രേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയേഷി
പ്രാണൈഷീः കമഠതനം കഠോരപൃഷ്ഠാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ക്ഷുബ്ധാദ്രോ ക്ഷുഭിതജലോദരേ തദാനിം ദുഗ്ധാബ്ധോ ഗുരുതരഭാരതോ നിമഗ്രേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയേഷി പ്രാണേഷി കമഠതനും കഠോരപൃഷ്ഠാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ നമ്മൾ 279-ാമത്തെ ദിവസത്തിലേക്ക് നാരായണീയ സാഹസ്രം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ദിവസത്തെ വീഡിയോ തുടങ്ങുന്നത് മുതൽ വീഡിയോ അവസാനിക്കുന്നിടം വരെയുള്ള സമയം ഇത് കാണുവാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കാനായിട്ടുള്ള ഒരു അഭ്യർത്ഥന. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഐശ്വര്യങ്ങളും തന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാലോകക്ഷമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാപ്രാണനായകം പത്മനാഭപരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. പാലാഴിമഥനം കഥയാണ് നമ്മളിപ്പോൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു, വാസുകിയെ കയറാക്കി ചുറ്റി വളരെ കപട വാക്കുകളാൽ അസുരന്മാരെ മോഹിതന്മാരാക്കി ഭഗവാൻ എന്ന് സൂചിപ്പിച്ചു. ആ കപട വാക്കുകളാൽ മോഹിതന്മാരാവാനുള്ള ബുദ്ധിയെ അസുരന്മാർക്കുള്ളൂ എന്നർത്ഥം. ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പ്രായോഗിക ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധിമാൻ എന്ന പദം വെറുതെ ഒരു പേരിനുള്ള പദമായിട്ട് മാറും. അയാളെ വിശേഷിപ്പിക്കുമ്പോൾ നല്ല ബുദ്ധിമാനാണ് എന്ന് പറയുമ്പോൾ ആ ബുദ്ധി കൊണ്ട് ഉപയോഗമുള്ളവനായി തീരണം ആ വ്യക്തി. ഇല്ലെങ്കിൽ ആ ബുദ്ധി കൊണ്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ആ ബുദ്ധിമാൻ എന്നുള്ള പദം മഹാബലിക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അസുരന്മാരൊക്കെ ബുദ്ധിമാന്മാരാണ്. പക്ഷെ ഭഗവാന്റെ വ്യാജ വാക്കുകൾ, ഡിസീവിങ് വേർഡ്സ്, ഭഗവാന്റെ ആ വ്യാജ വാക്കുകൾ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കബളിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ആദ്യം തലക്കിലേക്ക് പോയി, പിന്നെ വാല് പിടിക്കാൻ വന്നു എന്നിങ്ങനെ അവരെ കുറച്ചിട്ട് കളിപ്പിച്ചു. അങ്ങനെയാണ് ഈ മഥനം ആരംഭിക്കുന്നത്. ഈ മഥനം ആരംഭിക്കുമ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു, ഇധർ ദോസ്തി ഉധർ ഗുസ്തി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദോസ്തിയും സാധാരണ നിലയ്ക്ക് ഗുസ്തിയുമാണ് ഈ അസുരന്മാരും ദേവന്മാരും തമ്മിൽ. അപ്പോൾ ആ ദേവാസുര ഗുസ്തിയിൽ ഭഗവാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ദേവന്മാർ മുഴുവൻ കോംപ്രമൈസ് ചെയ്ത് അസുരന്മാരെ ആയിട്ട് രമ്യതയിൽ പോകണം, അല്ലെങ്കിൽ അസുരന്മാരൊന്ന് നന്നായി ചിന്തിച്ച് ദേവന്മാരുമായിട്ട് സൗഹൃദത്തിൽ പോകണം. ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. അതിനുള്ള പണികളാണ് ഈ എടുക്കുന്നത് മുഴുവൻ. ശത്രുത എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എപ്പോഴായാലും.
അത് ഒരിക്കലും പ്രോത്സാഹനീയമല്ലല്ലോ. അപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താനും അതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാനും ആണ് ഭഗവാന്റെ ശ്രമം. പക്ഷേ നിർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ, ഭഗവാൻ പോലും ശ്രമിച്ച് പരാജയപ്പെട്ടുവെങ്കിൽ അവരുടെ ഉള്ളിലുള്ള മന്ദബുദ്ധിത്തരം എത്രയുണ്ടാവും? ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ബുദ്ധിയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയാത്തവനെയാണ് മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര മന്ദമായിരിക്കും അവരുടെ ബുദ്ധി? അപ്പം ആ മന്ദബുദ്ധികളായിട്ടുള്ള ദേവാസുരന്മാരെന്ന് തന്നെ പറയട്ടെ, രണ്ടുപേരും. കാരണം ഭഗവാന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല ദേവന്മാർക്ക്. അസുരന്മാർക്ക് ഭഗവാന്റെ വാക്കുകളെയും മനസ്സിലായില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മവാസന കൊണ്ട് ഒരു ജീവാത്മാവ് അത്തരത്തിലായി തീർന്നാൽ പിന്നെ ഇപ്പോൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടെന്നും കൂടിയും ഒരു സന്ദേശം ഭഗവാൻ അവിടെ തരുന്നുണ്ട്. അതാണ് അവരെ ഇട്ട് വട്ടം കറങ്ങിയത്, അസുരന്മാരെ ഇട്ടിട്ട്. കാരണം ഇവർ നേരെയാവാനുള്ളവരല്ല, യുവന്മാരൊന്നും നേരെയാവില്ല. ചിലർ ഈ അങ്ങനെ പറയാറുണ്ടല്ലോ. നമ്മൾ ഈ എത്ര ചിന്തിച്ചാലും, ഞാൻ ഇന്നലെ കേരളീയരുടെ കാര്യം പറയലുണ്ടായില്ലോ, എത്രയായാലും 84 വയസ്സായിട്ടുണ്ടാവും. എന്നാലും ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അത് പതിവില്ല, ഇത് പതിവില്ല. നമ്മുടെ ആചാര്യന്മാരെന്താ പറഞ്ഞത്? ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ്, പക്ഷെ നിങ്ങളാരാന്ന് കണ്ടുപിടിക്കുമോ, അതിനുള്ള ശ്രമം നടത്തൂ. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിരിക്കാതെ ഈ ഞാൻ ആരാണെന്ന് കണ്ടെത്തൂ. അപ്പോൾ അതാണ് ഈ ആസുരബുദ്ധി ഉള്ളവർക്ക് ഒരിക്കലും പ്രത്യേകിച്ച് അത്ര പെട്ടെന്ന് ആ ബുദ്ധിയെ മാറി ചിന്തിക്കാനൊന്നും സാധിക്കില്ല. കാരണം അതൊരു ശീലമായിട്ട് മാറും. അതിന് കാരണമുണ്ട്. ജീവിതത്തിൽ കർമ്മങ്ങളിലും ധർമ്മങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസമില്ലെങ്കിൽ പല പല ലാഭങ്ങളുണ്ടല്ലോ. എന്നുവെച്ചാൽ നാമം ജപിക്കേണ്ട, അമ്പലത്തിൽ പോകണ്ട, ഒരു ഗീതയോ ഭാഗവതമോ വായിക്കേണ്ട. ലാഭങ്ങൾ ഒരുപാടാണ്. ടൈം അത്രയും സമയം കിടന്നുറങ്ങാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലാതെ ലോകത്തിന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതല്ല. അത്രയും സമയം കിടന്നുറങ്ങാലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്നവരെ നേരെയാക്കിക്കൊള്ളണം എന്ന് ഭഗവാന് നിർബന്ധമില്ല. നമ്മളും അതിനു വേണ്ടി മുതിരരുത്. അനവധി അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയാൾക്ക് വിശ്വാസമില്ല, അയാൾ അമ്പലത്തിൽ പോവില്ല, എന്താ തിരുമേനി ഒരു വഴി, എന്തെങ്കിലും പൂജ ചെയ്ത് അയാളെ ഒന്ന് അമ്പലത്തിലേക്ക് ആക്കാമോ എന്ന് പറഞ്ഞാൽ അതൊരു നിരർത്ഥകമായിട്ടുള്ള ശ്രമമായിരിക്കും. ഒരു ഉപയോഗമില്ലാത്ത കാര്യമായിരിക്കും. നിരുപയോഗപരമായിട്ടുള്ള ശ്രമമായിരിക്കും ആ പൂജ ചെയ്യൽ. അങ്ങനെ പൂജ ചെയ്തെന്ന് ഒരാളെ മാറ്റിയെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അയാൾ മാറാൻ പോകുന്നില്ല. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരന്മാരെ പോലെ. അസുരന്മാർ ഭഗവാന്റെ സാന്നിധ്യമുണ്ടായി, ദേവന്മാരുടെ സാന്നിധ്യമുണ്ടായി, അനവധി അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു. ഇതൊക്കെ അവർ കണ്ടു. എന്നിട്ടും പാലാഴിമഥനത്തിൻ്റെ അവസാനം, പാലാഴിമഥനം കഥ ഇങ്ങനെ സമർപ്പിക്കുന്നത് ദേവാസുര യുദ്ധത്തിലൂടെയാണ്. ദേവാസുര യുദ്ധം നടന്നു എന്നാണ് പാലാഴിമഥനത്തിൻ്റെ അവസാനം പറയണത്. എന്നുവെച്ചാൽ ആ മത്സരബുദ്ധിയോ വൈരമോ അസൂയയോ ഒന്നും മാറുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആലോചിക്കണം, തുടക്കം മുതൽ ഒടുക്കം വരെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് പോയാൽ തന്നെ ശാന്തിയും സമാധാനവും ഉണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം എന്തായിരിക്കും? ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പോലും അവർക്ക് മത്സരബുദ്ധി മാറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ എന്ത് പണിയെടുത്തിട്ടാണ് മത്സരബുദ്ധി മാറ്റാൻ പോണത്? അപ്പം കർമ്മങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ കർമ്മവാസനയിൽ നിന്നുണ്ടാകുന്നതാണ്. ഓക്കെ, നമുക്ക് ശ്രമിക്കാം, സത്സംഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. കർമ്മവാസനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അവരത്തരത്തിൽ സത്സംഗത്തിലേക്ക് വന്നാൽ മതി. പിന്നെ അത് കേട്ട് ചിന്തിക്കുന്ന കാര്യം ചിന്തിപ്പിക്കും. ആചാര്യന്മാരുടെ വാക്കുകൾ ചിന്തോദ്ദീപകമാണല്ലോ. അപ്പോൾ ആ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ അവർക്ക് സാധിക്കും, ആചാര്യന്മാർക്ക് സാധിക്കും. പക്ഷെ ആചാര്യന്മാരുടെ മുമ്പിൽ എത്തുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ നമ്മൾ ആസുരഭാവത്തെയും സുരഭാവത്തെയും നമ്മൾ മാറ്റാനായിട്ട് ഒരാളെയും, ഞാൻ ഇത് പല ഘട്ടത്തിൽ ഇവിടെ നമ്മുടെ ഈ നാരായണീയ സഹസ്രത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കൊരാളെയും മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ കർമ്മം എന്നുള്ളത് മറ്റൊരാളെ മാറ്റലല്ല.
ഞാൻ സ്വയം ആ പദത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്താനാണ് നമ്മളുടെ ഈ ശരീരം. അല്ലാതെ എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കൂടെ ജീവിക്കുന്നവർ, അവരും എൻ്റെ പദ്ധതിയിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിക്കനുസരിച്ച് എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ ശൈലിയിലുള്ള ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് ചിന്തിക്കുന്നത് അതത്ര വലിയ ഇതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഈശ്വരനൊരു പ്രസക്തി ഉണ്ടാവുക. അപ്പോൾ ഉധർ ഗുസ്തി ഇധർ ദോസ്തി എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ദോസ്തിയും ഗുസ്തിയും ആവശ്യത്തിനനുസരിച്ചും മാറ്റുകയും മറിക്കുകയും ചെയ്യുന്നവരാണ് ഈ അസുരന്മാർ. സ്വന്തം കാര്യം നടത്താൻ അവർ ദോസ്തി തോളത്ത് കൈയിടും. ദേഷ്യം വന്നാൽ, കാര്യമൊക്കെ നടന്ന് ദേഷ്യം വന്നാൽ ആ കൈ പിടിച്ചവണ്ണം അമർത്തും, കഴുത്ത് ഞെരിക്കുന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാൻ ആലോചിക്കണം, ഞാനതാണ് പറഞ്ഞു വരുന്നത്, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പോലും അസുരന്മാർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആലോചിക്കണം, മഹാബലി അടക്കമുള്ള ആളുകൾ, മഹാബലിയെ പോലെയുള്ള ആളുകളാണ് തല്ലൂടിയത്, യുദ്ധം ചെയ്തത്. മഹാബലിക്ക് മനസ്സിലാവുന്നില്ല വെച്ചാൽ മറ്റ് അസുരന്മാരുടെ കഥ പറയാനുണ്ട്. ദേവതുല്യനായിട്ടുള്ള അസുരനാണ് മഹാബലി. സ്വതവേ അദ്ദേഹം ബലി എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, മഹാബലി എന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം ബലിമാർ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഓരോ മന്വന്തരത്തിലും ഓരോ ബലിയുണ്ട്. പക്ഷേ ഈ മന്വന്തരത്തിൽ ബലിയെ മഹാബലി എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം മഹാനായതുകൊണ്ടാണ്. അതൊരു പക്ഷേ പാലാഴിമഥനത്തിന് ശേഷമായിരിക്കാം മഹാനായത്. പാലാഴിമഥനം കഥയിൽ നമുക്ക് കണ്ടാൽ, അദ്ദേഹത്തിനെ കണ്ടാൽ മഹാവിഡ്ഢി എന്നാണ് തോന്നുന്നത്. കാരണം മത്സരബുദ്ധിയോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്. അത് പിന്നെ ആസുര സ്വഭാവമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞത് പ്രകാരം ഭഗവാന്റെ കൂടെ നിന്നുകൊണ്ട് ദേവന്മാർ വാലിൻ്റെ ഭാഗത്തും അസുരന്മാർ തലയുടെ ഭാഗത്തും നല്ല പിടിവലി തുടങ്ങി. ഏകദേശം ഓണത്തിന് വടംവലി മത്സരം പോലെയാണ് അവരുടെ പിടിവലി ഉണ്ടായത്. കിടന്നിങ്ങനെ കറങ്ങാന്നല്ലാതെ സമുദ്രവുമായിട്ട് പർവ്വതത്തിനൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അവസാനം അത് കറങ്ങി 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 ലൂസായി സമുദ്രത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. ഇപ്പോൾ രണ്ടുപേരും മൂക്കത്ത് വിരൽ വെച്ചിരിക്കുക. ഇപ്പോൾ വാസുകിയെ പിടിച്ചിങ്ങനെ വലിക്കുക. ആ സാധനം കാണാനില്ല, കടകോല് കാണാനില്ല, മന്ഥാവിനെ കാണാനില്ല. അങ്ങനെയാണ് ഇതാ വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ വിതഥാഭിസന്ധി കൃത്വാ വപുഃ കാച്ഛപമദ്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. മഹൽ കാച്ഛപം കൃത്വാ, കാച്ഛപം, കച്ഛപം എന്ന് വെച്ചാൽ കാച്ഛപല, കച്ഛപി എന്ന് വെച്ചാൽ കൂർമാവതാരം, കൂർമ്മം. അവിടെ ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പർവ്വതം പോയ സമയത്ത് ഇതാ കച്ഛപരൂപം സ്വീകരിച്ച്, കൂർമാവതാരം സ്വീകരിച്ച് ഭഗവാൻ തൻ്റെ കാഠിന്യമായ തോടിൽ ആ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് യഥാസ്ഥാനം അത് പൊസിഷൻ ചെയ്തു. എപ്രകാരമാണോ മഥനം ചെയ്താൽ അമൃത് വരിക അതിനനുസരിച്ച് പൊസിഷൻ ചെയ്തു. വിലോക്യ വിഘ്നേശ വിധി എന്ന് പറയുന്നുണ്ട് അവിടെ. അതായത് ഞാനൊരു തെറ്റ് പറഞ്ഞു കേട്ടോ ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണോ അറിയില്ല. അതൊന്ന് തിരുത്തുകയാണ് ഈ അവസരത്തിൽ. ഞാൻ പറഞ്ഞിരുന്നു ഭാഗവതത്തിൽ കൂർമാവതാരം പിന്നെയാണ്, അതിന് മുമ്പായിട്ടുള്ള ഘട്ടത്തിലാണ് എന്നൊക്കെ ഞാൻ പറയലുണ്ടായി. ഭാഗവതത്തിൻ്റെ അതേ ഘടനയിൽ തന്നെയാണ് ഭട്ടതിരിപ്പാടും പോണത്. ഭാഗവതത്തിലെ കൂർമാവതാര സമയത്ത് തന്നെയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ, നമ്മൾ ഇന്ന് സ്മരിക്കുന്ന ശ്ലോകത്തിൽ കൂർമാവതാരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ധാരാളം വിഘ്നങ്ങൾ കണ്ടു ഈ മഹർഷിമാർ. കാരണം അസുരന്മാരാദ്യം പണിമുടക്കുക, അത് കഴിഞ്ഞ് ആ പർവ്വതം ചോട്ടിലേക്ക് പോവുക, അതിന് മുൻപ് തന്നെ ദേവന്മാർക്ക് ഇതൊക്കെ സംഭവിക്കുക. ഇതൊക്കെ വിഘ്നേശ്വരൻ്റെ ഒരു അനുഗ്രഹക്കുറവാണോ എന്ന് സംശയം തോന്നി. ഗംഭീര ഗണപതി ഹോമം ഉണ്ടായി എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. അത് റെഫറൻസ് ഒന്നുമില്ല എവിടെയും. പക്ഷെ വിലോക്യ വിഘ്നേശ വിധി എന്നൊരു പ്രയോഗത്തിലൂടെ അതാണ് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ ഗണപതി ഹോമം ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ കൂർമ്മരൂപം സ്വീകരിച്ചുകൊണ്ട്, കാരണം വിഘ്നം അപ്പോഴാണ് മാറിയതെന്ന് പറയണം. ഗംഭീരമായിട്ടുള്ള ഗണപതി ഹോമം നടത്തുമ്പോഴാണ് ഭഗവാൻ കൂർമ്മരൂപം സ്വീകരിച്ച് പർവ്വതത്തെ തൻ്റെ പുറന്തോടിൽ എടുത്ത് ഉയർത്തി കൊണ്ടുവന്നത്. ഉജ്ജഹാര, ഉദ്ധരിച്ചു.
അപ്പോൾ ഇവിടെ ഇതാ ആ കൂർമാവതാരി ആയിട്ടുള്ള കൂർമ്മ സ്വരൂപത്തിനെ ആളുകൾ സ്തുതിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ഒരു അവതാരം അവിടെ കഴിഞ്ഞു അർത്ഥം. ഈ പാലാഴി മഥനത്തിൽ എത്ര അവതാരമാണെന്ന് അറിയില്ല. ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ അവതാരമായിട്ട് ഭഗവാൻ മാറും. ഇനിയും മഥനം ചെയ്യുന്നത് അജിതൻ എന്ന അവതാരം സ്വീകരിച്ചിട്ടാണ്. അതൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ അവതാരത്തെ എല്ലാവരും സ്തുതിച്ചു. ഭഗവാൻ അവതരിച്ചാൽ അപ്പോൾ സ്തുതിക്കണം. അതൊരു ചടങ്ങല്ല, അതൊരു എന്താ പറയുക, ആചാരമാണ്. അല്ലെങ്കിൽ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാക്ടീസാണ് അവർക്ക്. ഭഗവാൻ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ അവരപ്പം സ്തുതിക്കും. പക്ഷെ ഭഗവാൻ ഇത് കുറച്ച് ബോറടി ഉണ്ട്. ഇനിയും ഭഗവാൻ ഈ ഭക്തന്മാരുടെ സ്തുതി കേൾക്കാനാണ് താല്പര്യം. ദേവന്മാർ ഈ ആചാരം പോലെ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ശിവേലിക്ക് സമയത്ത് വലന്തല കൊട്ടണ മാരാർ, അയാളിങ്ങനെ ഉറക്കം തൂങ്ങി വലന്തല ഇങ്ങനെ കൊട്ടിപ്പോണ പോലെ ദേവന്മാരൊരു ആചാരം പോലെ ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇതാ നേരത്തെ പറഞ്ഞതുപോലെ അസുരന്മാരുടെ സ്വഭാവം മാറ്റാനോ ദേവന്മാരുടെ സ്വഭാവത്തെ ഒന്ന് നവീകരിക്കാനോ ഒന്നും ഭഗവാൻ തയ്യാറാവണില്ല. ഭഗവാനോട് കാണിച്ചു തരുന്നത് നമ്മളുടെ ധർമ്മം, നമ്മളുടെ കർമ്മം മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ആനുകൂല്യങ്ങൾ നമ്മൾ അവർ സ്വീകരിക്കണോ തിരസ്കരിക്കണോ, അതനുസരിച്ച് പെരുമാറണോ ബഹുമാനിക്കണോ അപമാനിക്കണോ എന്നൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അത് അവരുടെ വിവേചനമാണ്. അതിപ്പോൾ നമ്മളതിൽ കൈ കടത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ നേരം പോകും. നമ്മൾ വെറുതെ ചുമ്മാ നമ്മളുടെ ശരീരം കിട്ടിയിരിക്കുന്ന ഇത് നമുക്ക് എന്തെങ്കിലും ഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് ഗതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. നമ്മളൊരു ജീവിതത്തിലൂടെ മുന്നേറുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ പിന്നാലെ വരും. ബുദ്ധൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ബുദ്ധൻ്റെ പിന്നാലെ അനുയായികളുണ്ടായതുപോലെ സ്വാമി വിവേകാനന്ദൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്വാമിജിക്ക് ഒരുപാട് ശിക്ഷഗണങ്ങളുണ്ടായതുപോലെ ആചാര്യന്മാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ആശയത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ ആകൃഷ്ടരായി സമൂഹം പിന്നാലെ പോവുക ചെയ്യാം. അവരാർക്കും എന്തെങ്കിലും ഉപദേശിച്ച് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ, ഞാൻ ഉപദേശിച്ച് തരാം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരല്ല അവരാരും. അവരുടെ വ്യക്തിത്വത്തിൽ അവരുടെ ഒരുപക്ഷെ അവരുടെ സ്പീച്ചായിരിക്കാം, ഒരുപക്ഷെ അവരുടെ സാന്നിധ്യമായിരിക്കാം, അതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന അനുഭൂതി കാരണമാണ് സമൂഹം ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നത്. ആൾദൈവങ്ങൾ എന്ന് വിളിച്ച് പരിഹസിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കാരണം വ്യക്തിത്വം ദീപം പോലെയാണ്. നല്ല പ്രകാശത്തോടുകൂടി ഇരിക്കുന്ന ദീപത്തിന് ഏത് ദീർഘമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇരുട്ടിനെയും അകറ്റാൻ സാധിക്കും. അതിങ്ങനെ കുറഞ്ഞ് കരിപിടിച്ച് വന്നു കഴിഞ്ഞാൽ അത് സ്വയം കത്തുന്നത് അതിന് തന്നെ കാണാത്ത അവസ്ഥയിലേക്ക് വരും, അതിന് തന്നെ ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇത് തന്നെയാണ് വ്യക്തിത്വത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും സംഭവിക്കേണ്ടത്. വ്യക്തിത്വം എന്നുള്ളത് ദീപമാണ്. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ പ്രകാശഭാവത്തെ നിങ്ങൾക്ക് നിരന്തരം നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ആളുകൾ പിന്നാലെ വരാനുള്ള ഒരു കാരണം. അത് കുറഞ്ഞു വരുമ്പോൾ ആൾക്കാരുടെ വരവും കുറയും. അതിനെന്ത് വേണം? ഈ ദീപത്തെ പ്രജ്വലിപ്പിച്ച് തന്നെ നിർത്താൻ എന്ത് വേണം? സാധനങ്ങൾ വേണം. അപ്പോൾ സാധനാമാർഗങ്ങളിലൂടെ ആ ദീപത്തിനെ ഒരിക്കലും താഴെ പോകാൻ, അല്ലെങ്കിൽ ദീപം മീൻസ് അവരുടെ ചേതനയെ, അവരുടെ ചൈതന്യത്തിനെ, തേജസ്സിനെ ഒരിക്കലും താഴെ പോകാൻ അനുവദിക്കാതെ സാധനകളിലൂടെയും ചിന്തകളിലൂടെയും ആ ദീപത്തിൻ്റെ വെളിച്ചം പോലെയുള്ള അവസ്ഥയെ സാക്ഷാത്കരിക്കാനാണ് ഈ ജീവിതം. അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ 30 കൊല്ലം ചിലപ്പോൾ റൗഡിയായിരിക്കും, പിന്നത്തെ 30 കൊല്ലം ആചാര്യനായിരിക്കും, പിന്നത്തെ 30 കൊല്ലം വാനപ്രസ്ഥനായിരിക്കും, അല്ലെങ്കിൽ ഗൃഹസ്ഥനായിരിക്കും. ഇതിൽ അർത്ഥമില്ല. ഒരിക്കൽ നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിത്വം, അതിന് കുറച്ച് സമയം പിടിച്ചെന്ന് വരാം. തന്നെ അറിയാൻ ഉള്ള ശ്രമമാണ് ഈ ജീവിതം. പല മാർഗങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ അറിയുക. അറിയാൻ കുറച്ച് സമയമെടുത്താലും അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ദീപം ഏത് കൊടുങ്കാറ്റിലും അണയാത്ത ദീപമായി
നിലനിർത്താൻ സാധിക്കണം വ്യക്തിത്വം എന്ന ആ ദീപം. അതിന് സാധനാമാർഗം വേണം, ചിന്ത വേണം, ഒബ്സർവേഷൻ വേണം. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാന്റെ പ്രവൃത്തി എന്താ? അതാണ് ഭഗവാൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. ഭഗവാൻ അവിടെ കാണിച്ചു തരുന്നു, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, അനന്തരം ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം തീരുമാനിക്കേണ്ടത് ഈ ചെയ്യപ്പെടുന്നവനാണ്. നമ്മൾ ഒരാൾ സദ്യയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ആൾക്കാരിങ്ങനെ വിളമ്പണം കണ്ടിട്ടില്ലേ? ഈ ഇലയിൽ ഇങ്ങനെ വിളമ്പി പോകുന്ന ഒരു 10-20 ആൾക്കാർ ഓരോരോ വിഭവങ്ങൾ എടുത്തുകൊണ്ട് വലിയ സദ്യയാണെങ്കിൽ വിളമ്പി കൊടുക്കുന്നത് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരാൾ നിന്നിട്ട് അത് കഴിച്ചോ, താനെന്താ ഞാൻ വിളമ്പി ഇത് കഴിക്കാത്തത്, കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാറുണ്ടോ, കഴിപ്പിക്കാറുണ്ടോ വല്ലവർ? അതൊന്നും പതിവില്ല. അവരിങ്ങനെ അവരുടെ കയ്യിലുള്ള വിഭവം അവരിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇലയിൽ വീണവൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇതെടുക്കുക, എലിശ്ശേരി എനിക്ക് വേണോ, ഓലൻ എനിക്ക് വേണോ, ഉപ്പിലിട്ടത് എനിക്ക് വേണോ, കാളൻ എനിക്ക് വേണോ എന്നുള്ളത് അവൻ്റെ വിവേചനമാണ്, കഴിക്കുന്നവൻ്റെ വിവേചനമാണ്. ഇതുപോലെയാണ്. ഇപ്പോൾ വേറൊരു നല്ലവണ്ണം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സപ്താഹത്തിലെ ഒരു ആചാര്യം പറയണത് ഒരാളെ നോക്കിയിട്ടാണോ? നോട്ട് അറ്റ് ഓൾ. സപ്താഹത്തിലൊരു മാസിനെയാണ് അഡ്രസ്സ് ചെയ്യണത് ഒരു ആചാര്യൻ. അപ്പോൾ അതിലാ 3ാമത്തെ റോലിരിക്കുന്ന 4ാമത്തെ ആൾ ഇത് കേൾക്കണില്ലല്ലോ എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അതൊന്നും ആചാര്യന്മാർ പൊതുവേ പതിവുള്ളതല്ല, അത് മാസിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ അതിൽ ആര് ഉൾക്കൊള്ളുന്നു, ആര് തിരസ്കരിക്കുന്നു, ആര് അതിനെ സ്വീകരിക്കുന്നു, ആരതിനെ വിട്ടുകളയുന്നു, ഇതൊന്നും ആചാര്യന്മാരുടെ ബോധറേഷനല്ല. അതൊന്നും ആചാര്യന്മാർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം കർമ്മം ചെയ്യുക, താൻ കർമ്മം ചെയ്യുമ്പോൾ തൻ്റെ ആത്മജ്ഞാനം അത് വർദ്ധിക്കും. തൻ്റെ ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ആത്മബോധം, ആത്മഭാവം അത് വർദ്ധിക്കും. അല്ലാതെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാനല്ല, ഇത് നിങ്ങളുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയാണ് ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. പരമഹംസർ തൻ്റെ വാക്കുകളെ കൊണ്ടാണ് നരയനെ വിവേകാനന്ദനാക്കി മാറ്റിയത്. അല്ലാതെ വരൂ ഞാൻ പഠിപ്പിച്ചു തരാം വേദാന്തം എന്നും പറഞ്ഞ് പഠിപ്പിക്കുകയല്ലാണ്ടായത്. അദ്ദേഹത്തിന് അനുസരിച്ചുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അദ്ദേഹത്തിനെ മേഡ് ഹിം ഫോൾ ഇൻ ഹിസ് ലൈൻ. അതായത് സ്വാമിജിയെ തൻ്റെ വഴിയിലേക്ക്, തൻ്റെ ലൈനിലേക്ക് വീഴ്ത്താൻ പാകത്തിനുള്ള വാക്കുകളെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പതിയെ ആനയെ കെണിയിൽ വീഴ്ത്തണ പോലെ, അല്ലെങ്കിൽ കുഴിയിൽ. കദളിക്കൊലയും നേന്ത്രക്കൊലയൊക്കെ ഒരു മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ കെട്ടിയിടും നിറച്ച്. അത് കണ്ട് ഭ്രമിച്ചിട്ടാണ് കൊമ്പൻ വരണത്. അതിൻ്റെ അടിയിലാണ് വാരിക്കുഴി. അവൻ അത് കണ്ട് ഭ്രമിച്ച് അതിലേക്ക് ചാടി പിടിക്കുമ്പോൾ ആ കുഴിയിലേക്ക് വീഴും. ഇതൊരു നെഗറ്റീവ് ഉദാഹരണമാണെങ്കിലും ഇത് വാസ്തവത്തിൽ ഇതിനെ പോസിറ്റീവാക്കിയാൽ മതി. പഴം കാണിച്ച് ഭ്രമിപ്പിച്ച് തൻ്റെ വരുതിയിലേക്ക് നമ്മൾ ആ ആനയെ വരുത്തുന്നത് പോലെ ആളുകൾ അതിനെ സ്വീകരിക്കുക ചെയ്യുക. അപ്പോൾ ആചാര്യന്മാരുടെ വാക്കുകൾ മുഴുവൻ നമ്മളിങ്ങനെ എടുക്കാൻ നിന്നാൽ ആചാര്യന്മാരും ഒരുപാട് വിഡ്ഢിത്തങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റ് വേർഡ്സോ ഒക്കെ പറയുന്നുണ്ടാവും. ആചാര്യൻ എന്നുള്ളത് മനുഷ്യനാണ്. അതാണ് ഈ ആചാര്യന്മാർക്കൊരു സ്പെഷ്യാലിറ്റി ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മനുഷ്യന്മാർ തന്നെയാണ് അവർ, അവരുടെ കർമ്മം കൊണ്ട് അവർ ആചാര്യന്മാരായതാണ്. അപ്പോൾ ആചാര്യൻ അങ്ങനെ ചെയ്യരുത്, ആചാര്യൻ ഇങ്ങനെ ചെയ്യരുത്, അതൊന്നും പറയണതിൽ അർത്ഥമില്ല, അങ്ങനെ ചിന്തിക്കണതിലും അർത്ഥമില്ല. ആചാര്യൻ എന്നുള്ളതിനൊരു മോൾഡൊന്നുമില്ല, ആചാര്യൻ എന്നുള്ളതിനൊരു മോഡുമില്ല. അപ്പം അതിനൊരു പ്രത്യേക ഫോം ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരു ഫ്രെയിമൊന്നുമില്ല എന്നർത്ഥം, ഒരു സ്ട്രക്ചറൊന്നുമില്ല. ആചാര്യൻ എന്നുള്ളത് ആചരിക്കുന്നവൻ ആചാര്യൻ. അതെന്തുകൊണ്ടാണ് ആചാര്യൻ എന്ന് പറയാൻ കാരണം? അതാണ് ഈ പോയിന്റ്. ആചരിക്കുന്നവൻ ആചാര്യൻ എന്ന് പറയാൻ കാരണം അയാൾ മറ്റൊരാളോട് പറയേണ്ട ആവശ്യം കൂടിയില്ല. ഇയാൾ സ്വയം ആചരിക്കുമ്പോൾ ഇയാളുടെ പിന്നാലെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്, ഇയാളുടെ ആചാരത്തിൽ ആകൃഷ്ടരായിട്ട്. അപ്പോൾ ആചരതി ഇത്യാചാര്യ എന്നാണ്. അപ്പോൾ നമ്മൾ
ഭഗവാൻ പാലാഴി മഥനത്തിലൂടെ കാണിക്കുന്ന അനവധി അവതാരം എടുക്കുന്നുണ്ട് ഭഗവാൻ. എന്തിനാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത്? ദേവന്മാർക്ക് അനുകൂലമായ സാഹചര്യം അസുരന്മാർക്ക് എന്തിനനുകൂലം ഉണ്ടായിരുന്നു? ദേവന്മാരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ള ആനുകൂല്യം അല്ലെങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു അസുരന്മാർക്ക്. അതവരുപയോഗിച്ചോ? ഇല്ല. ദേവന്മാരുപയോഗിച്ചോ? ഇല്ല. അത് കഴിയുമ്പോൾ അറിയാം. പാലാഴി മഥനം കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കും ദേവന്മാർ. പക്ഷെ ഭഗവാൻ അതിലൊരു നിർഗുണനാണ്. ഭഗവാൻ സ്വതവേ തന്നെ ഇവർ നേരെയായാൽ മതിയാവൂ, ഇവരെ നേരെയാക്കണം, അവകയൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് താൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർ, ഭാഗ്യമുള്ളവർ അല്ലെങ്കിൽ അനുഗ്രഹമുള്ളവർ തൻ്റെ വഴിയെ വരും. ദിസ് സോ സിമ്പിൾ. അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിന്നെ ഗമിച്ചിടും എന്നുണ്ടല്ലോ ഒരു ചൊല്ല്. പശു മുമ്പിൽ നടക്കുമ്പോൾ പശു കുട്ടികൾ പിന്നാലെ വരും എന്നതുപോലെയാണ്. മുമ്പിൽ ഒരാൾ നടക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലുമില്ല, പിന്നാലെ വരും ആളുകൾ. സ്വാമിജിയുടെ പിന്നാലെ അനവധി ആൾക്കാർ വരികയുണ്ടായത് തന്നെ ശിഷ്യയാക്കണം, ശിഷ്യനാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ആചാര്യന്മാരുടെ കാര്യം എടുത്താലും ഭഗവാന്റെ ലീലകൾ എടുത്താലും ശരി, കൃഷ്ണാവതാരം നോക്കി നോക്കൂ. കൃഷ്ണാവതാരത്തിൽ എന്താണ് ഭഗവാന്റെ ശൈലി? സാഹചര്യം ഒരുക്കി കൊടുക്കലാണ്. ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? ഉദ്ധവന് സാഹചര്യം ഉണ്ടാവാനാ. ഗോപി സത്സംഗം, ഗോപികമാരുമായിട്ടുള്ള സത്സംഗം ഉദ്ധവന് കിട്ടാൻ വേണ്ടിയാണ് ഭഗവാൻ ഉദ്ധവനെ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചത്. അർജുനന് തൻ്റെ വില്ലാളി വീരത്വം പ്രദർശിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് മഹാഭാരത യുദ്ധം ഭഗവാൻ അർജുനൻ്റെ സാരഥിയായിട്ട് വർത്തിച്ചത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്വന്തം കർമ്മം ധാർമ്മികമായി ചെയ്യുക, ആചരിക്കുക. അത് ധാർമ്മികമായി നമ്മളുടെ കർമ്മം വേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കും. മള്ളിയൂർ അദ്ദേഹത്തിൻ്റെ ഉദാഹരണം, ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഇല്ലാത്തതും അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള ഈ തലമുറയിൽ തന്നെ ഉണ്ടായിരുന്ന മള്ളിയൂർ അദ്ദേഹം, ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹം ഇതിന് ഏറ്റവും വലിയ മകുടോദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിലേക്ക് പോയിട്ടുള്ളവരൊക്കെ മഹാനിഷ്കളങ്കനായി കോമഡിയും എല്ലാം പറയുന്ന ഒരു മഹാ ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മള്ളിയൂർ സന്നിധി ലോകപ്രസിദ്ധമായത്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടല്ല, അദ്ദേഹം ആരെയോടെങ്കിലും അപേക്ഷിച്ചതല്ല, അദ്ദേഹം ഞാൻ കുറച്ച് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആരും ഉപദേശിച്ചിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ വേദിയിലിരുന്ന് പാരായണം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധ ദിവസവും പിറന്നാൾ ദിവസവും എല്ലാം. എന്താ കാരണം? അദ്ദേഹം ആചരിച്ച വഴി, അദ്ദേഹം സാധന ചെയ്ത വഴി, അത് ഓരോരോ ആചാര്യന്മാർക്കും ഓരോരോ വ്യക്തികൾക്കും മാതൃകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അനുഗമിക്കാൻ അനവധി ആൾക്കാർ തയ്യാറായത്. അപ്പോൾ അങ്ങനെ നിരുപാധികമായിട്ട് തൻ്റെ കർമ്മം ചെയ്യുന്ന ആളുകൾ ഭഗവാൻ വാരിക്കോരി കൊടുക്കും. സാഹചര്യം അദ്ദേഹത്തിന് നോക്കി നോക്കൂ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ സാഹചര്യവും അദ്ദേഹം ഭഗവത് പദത്തിലേക്ക് എത്തുമ്പോഴുള്ള സാഹചര്യവും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഭഗവാൻ കൊടുക്കണതാണ്, വാരിക്കോരി കൊടുക്കും. നിരുപാധികമാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ജീവിതവും എല്ലാം. ജീവിതം തന്നെ പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിത ജലോദരേ തദാനീം. ക്ഷുബ്ധാദ്രൗ, ക്ഷുബ്ധം എന്ന് വെച്ചാൽ ചൂടായി എന്നുള്ള അർത്ഥത്തിലല്ല. ക്ഷുബ്ധമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. അദ്രൗ, അദ്രി എന്ന് വെച്ചാൽ പർവ്വതം കിടന്നങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. ക്ഷുഭിത ജലോദരേ തദാനീം. ഈ പർവ്വതം കറങ്ങുന്നതിനനുസരിച്ച് പാലാഴിയിലെ തിരമാലകളും ക്രുദ്ധമായി, പാലാഴിയിലെ തിരമാലകളും ഭീകരമായി. അപ്പം ക്ഷുഭിത ജലോദരേ തദാനീം, ക്ഷുഭിത ജലത്തിൻ്റെ, പാലാഴിയുടെ ഏറ്റവും ക്ഷുബ്ധമായ തിരമാലകളുടെ ഉള്ളിലേക്ക്, ഉദരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. തദാനീം, അപ്പോൾ ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ. എന്നുവെച്ചാൽ ദുഗ്ധാബ്ധൗ, ദുഗ്ധാബ്ധി അറിയാലോ, പാലാഴി. ആ പാലാഴിയുടെ
ഉദരത്തിലേക്ക് ഇറങ്ങി ഗുരുതര ഭാരത. എന്തുകൊണ്ടാണ് പർവ്വതം ഇറങ്ങിപ്പോയത്? ഗുരുതരം ഭാരം കൊണ്ട്. കാരണം ഈ വാസുകിയെ കൊണ്ട് ചുറ്റിച്ച് ആ വാസുകിക്ക് പിടിച്ചു നിർത്താവുന്ന ശേഷിയുള്ളതായിരുന്നില്ല ആ പർവ്വതം. അപ്പോൾ ഒരുപക്ഷെ വാസുകിക്ക് ഉണ്ടായിരിക്കുന്ന അഹങ്കാരം എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വാസുകിക്കും ഭഗവാൻ അനുഭവം കൊടുത്തു. ഗുരുതര ഭാരത എന്ന് വെച്ചാൽ ഭാരത്താൽ എന്നുള്ള അർത്ഥം. ഗുരുതര ഭാരം കൊണ്ട് എന്ത് സംഭവിച്ചു? നിമഗ്നേ വീണുപോയി, മുങ്ങിപ്പോയി പർവ്വതം. നിമഗ്നം എന്ന് വെച്ചാൽ മുങ്ങിപ്പോയി. ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷി. വ്യഥിതതമേഷു, വ്യഥിതന്മാരെന്ന് വെച്ചാൽ ദുഃഖിതന്മാർ, വ്യഥ ഉള്ളവർ. ആ ദുഃഖിതന്മാരിൽ ടോപ്പായി ദേവന്മാർ. ദേവേഷു. അതെന്താ കാരണം? മറ്റൊന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചറിയാം. ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ പാലാഴി കടയണത്. ഇത്ര ഭീകരമായ മഹാസമുദ്രം, ഭീകരമായ പർവ്വതം, മന്ദരപർവ്വതം എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപു തപസ് ചെയ്ത പർവ്വതമാണ്. ഹിരണ്യകശിപുവിനെ താങ്ങി നിർത്തിയ പർവ്വതാന്നർത്ഥം. അപ്പോൾ ആ ഹിരണ്യകശിപുവിൻ്റെ ഭാരം താങ്ങി നിർത്തിയ പർവ്വതത്തിൻ്റെ ഭാരം എന്തായിരിക്കും? ആ പർവ്വതം പാലാഴിയിൽ കൊണ്ട് ഇട്ടു ഭഗവാൻ. വാസുകി എന്ന ഭീകരനായിട്ടുള്ള പാമ്പ് വന്ന് ചുറ്റി. പക്ഷേ വാസുകിക്ക് ടൈറ്റാക്കാൻ പറ്റാത്ത വണ്ണം ഭാരമുള്ളതായിരുന്നു ആ മന്ദിരപർവ്വതം. അതങ്ങോട്ട് താന്നുപോയി ചോട്ടിലേക്ക്. അപ്പോൾ പാലാഴി മഥനം ചെയ്യാൻ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തു. എന്തൊക്കെ ബുദ്ധിമുട്ടി. അസുരന്മാരെ ചെന്ന് കോംപ്രമൈസ് ചെയ്തു, ഭഗവാനെ പ്രീതിപ്പെടുത്തി. അവസാനം മന്ദിരപർവ്വതം എടുക്കാൻ നോക്കിയാൽ പറ്റിയില്ല. മന്ദിരപർവ്വതം എടുത്ത് വാസുകിയെ വിളിച്ച് കയറാക്കി ചുറ്റി. അവസാനം കടഞ്ഞപ്പോൾ ദേണ്ട കെട അത് ചോട്ടിലേക്കാണ് പോയി. അപ്പോൾ ഇവിടെ പാലാഴിമഥനം എന്നുള്ള പ്രക്രിയ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കർമ്മം നടത്തുന്നത് ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ്. വ്യഥിതതമേഷു. വ്യഥിതതം എന്ന് വെച്ചാൽ ദുഃഖിതന്മാരിൽ ഏറ്റവും ദുഃഖിതൻ. വ്യഥിതതമം, വ്യഥിതതരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സംസ്കൃതത്തിൽ സൂപ്പർലേറ്റീവായിട്ട് പറയണതാണ്. ദേവേഷു വ്യഥിതതമേഷു. അത്യന്തം ദുഃഖിതരായ ദേവന്മാർ. തൽപ്രിയൈഷി. പക്ഷേ ഭഗവാൻ എന്താണ്? ഭഗവാന്റെ പ്രത്യേകത എന്താ? ഭഗവാൻ തൽപ്രിയൈഷിയാണ്. തൽപ്രിയൈഷി എന്ന് വെച്ചാൽ ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നവൻ. ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. തൽപ്രിയൈഷി എന്ന് വെച്ചാൽ ഭക്തൻ്റെ പ്രിയനാണ്. ഭക്തന് പ്രിയമായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. ഭക്തൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് തനിക്ക്. അപ്പോൾ ദേവന്മാർ എന്ന ഭക്തന്മാർ, ആ ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ആ ഭക്തന്മാർക്ക് വേണ്ടി തൽപ്രിയൈഷി എന്ന് വെച്ചാൽ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നവൻ. ത്വം, ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നവനായിട്ടുള്ള അവിടുന്ന്. പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ഠേ. പ്രാണൈഷീഹി, പ്രാണത്തെ സ്വീകരിച്ചു എന്നർത്ഥം. പ്രിയൈഷി എന്നുള്ളത് നാമശബ്ദം, പ്രാണൈഷീഹി എന്നുള്ളത് ക്രിയാശബ്ദം. പ്രാണൈഷീഹി എന്ന് വെച്ചാൽ പ്രാണത്തെ സ്വീകരിച്ചു, പ്രാണനെ സ്വീകരിച്ചു. എന്തിൻ്റെ പ്രാണനെ? കമഠതനും, കമഠതനുവിലേക്ക് പ്രാണത്തെ കൊടുത്തവൻ എന്നുവെച്ചാൽ കമഠതനുവായി. കമഠൻ എന്ന് വെച്ചാൽ കൂർമ്മം, കമഠം. ആ കമഠരൂപത്തിൽ ഭഗവാൻ കഠോരപൃഷ്ഠേ, കഠോരപൃഷ്ഠത്തിൽ അതിനെ കഠോരപൃഷ്ഠ ഭാഗത്തോടു കൂടിയ ശരീരത്തെ സ്വീകരിച്ചു. ഞാനും വിചാരിച്ചു കഠോരപൃഷ്ഠ എന്നാണെങ്കിൽ ലേശം വ്യത്യാസം. കഠോരപൃഷ്ഠാം തനും എന്നാണ്. തനുവിൻ്റെ വിശേഷണമാണ് കഠോരപൃഷ്ഠാം എന്നുള്ളത്. എന്നുവെച്ചാൽ ശക്തമായ പൃഷ്ഠത്തോടു കൂടിയത്. പൃഷ്ഠം എന്ന് വെച്ചാൽ പിൻഭാഗം. അതായത് ആമയുടെയൊക്കെ പിൻഭാഗം മുകളിലാണല്ലോ, പുറംഭാഗം എന്നർത്ഥം. അപ്പോൾ അവിടെ ആ പ്രാണനെ കമഠതനുവിലേക്ക് പ്രവേശിപ്പിച്ച് കൂർമ്മരൂപിയായി അവിടുന്ന് അവതരിച്ചു എന്നർത്ഥം. കഠോരപൃഷ്ഠാം തനും പ്രാണൈഷീഹി. ആ കഠോരപൃഷ്ഠയായ കമഠതനുവിനെ പ്രാണമുള്ളതാക്കി തീർത്തു ഭഗവാൻ. എന്ന് വെച്ചാൽ കൂർമാവതാരം ഭഗവാൻ സ്വീകരിച്ചു എന്നർത്ഥം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിത ജലോദരേ തദാനീം. ആ ക്ഷുബ്ധാദ്രി, കറങ്ങിക്കൊണ്ടിരിക്കുന്ന പർവ്വതം, ഏറ്റവും ക്രൂരമായ തിരമാലകളുടെ ഇടയിലൂടെ
ചോട്ടിലേക്ക് പോയ സമയത്ത് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ. എന്തുകൊണ്ടാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഭാരമുള്ളതായതുകൊണ്ട് അത് പാലാഴിയിലേക്ക് നിമഗ്നമായി മുങ്ങിപ്പോയി. ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷി. ദേവന്മാർ ദുഃഖിതരായ സമയത്ത് അവർക്ക് പ്രിയപ്പെട്ടത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവിടുന്ന് പ്രാണൈഷീഹി കമഠതനും കഠോരപൃഷ്ഠാം. കഠിനമായ പുറന്തോടുള്ള കമഠ രൂപിയായിട്ട് അവിടുന്ന് അവതരിച്ചു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.